ഹലോ നമസ്കാരം. അപ്പോൾ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടൊരു ഫോട്ടോ ആണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അത് ഈ ഒരു സീനിൽ കാണുന്ന ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ഇത് കുറച്ച് ബൊക്കെ എഫക്റ്റൊക്കെ കൊടുത്തിട്ട് ഈ ഒരു ചെയറിൻ്റെ ഒരു ഫോട്ടോ. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാനത് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ചെയ്യാൻ പറ്റും നമ്മുടെ D5-ൽ. ഞാനിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സീൻ ഞാൻ കാണിച്ചു തരാം. വേറെ അങ്ങനെ തന്നെ എടുത്തതാണ്, കണ്ടോ. ആഗസ്റ്റ് 15 ഫ്ലാഗ് വെച്ചെടുത്തതാണ് പോസ്റ്റർ ഉണ്ടാക്കാനായിട്ട്. ഫ്ലാഗ് മാറ്റി കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു ലുക്ക് കണ്ടോ, അതായത് ഈ ഗ്ലാസ് ഇരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഫുൾ ബ്ലർ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും എളുപ്പമായിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സീൻ കൂടി കാണിക്കാം. അതായത് ചെയറിൻ്റെ തന്നെ നമുക്ക് നോക്കാം കേട്ടോ. ഇതാണ് ആ ഒരു സീൻ. ഇതിലിപ്പോൾ ഇതൊന്നും ബ്ലറല്ല, കുറച്ച് ബ്ലറേ ഉള്ളൂ. ഈ ഒരു സീനിൽ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സ്റ്റക്കായിരിക്കും. ഈ ഒരു സീനിൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ അങ്ങനെ എളുപ്പമാണ്. ഇവിടെ നമ്മുടെ ക്യാമറയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണം ഡെപ്ത് ഓഫ് ഫീൽഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഇത് ഓണാക്കിയിട്ട് ഈ ഫോക്കസ് അങ്ങ് സെറ്റ് കൊടുത്തു, അത്രേ ഉള്ളൂ. ഈ ഒരു സംഭവം കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്ലർ എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, കണ്ടോ ഈ ബ്ലർ എന്നുള്ള ഓപ്ഷൻ ഇതങ്ങ് കൂട്ടിക്കൊടുത്തു, അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബ്ലർ എന്നുള്ള ഓപ്ഷൻ അങ്ങ് ഫുള്ളാക്കിയിട്ടിട്ട് ഈ ഫോക്കസ് അങ്ങ് എടുത്തിട്ട് നേരെ ഈ ചെയർമങ്ങ് അടിച്ചു, നേരെ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക, ചെയർമ കൊടുക്കുക. അടാ ഇത്രയുള്ളൂ പരിപാടി. ഇങ്ങനെ അങ്ങ് എവിടെയാണോ എടുക്കേണ്ടത്, ഇപ്പോൾ ഇത് ഈ ഒരു ഗ്ലാസ് ഇരിക്കുന്ന വേസിന് എടുക്കണമെങ്കിൽ അതുകൊണ്ട് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അതായി ഫോക്കസ്. ബ്ലർ മാക്സിമം ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഒരു ബൊക്കെ എഫക്റ്റ് വരുന്നത്. അങ്ങനെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി കേട്ടോ. ഇങ്ങനെ എടുത്താൽ ഉണ്ടോ, അത്രേ ഉള്ളൂ. വലിയ ഒരു ഫുൾ വീഡിയോ ചെയ്യാനുള്ള ഒരു കണ്ടൻറ് ഇല്ല. കുറച്ച് നേരത്തേക്ക് ഞാൻ ഒരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ പോലെ ചെയ്യാനായിട്ട് എടുത്തതാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി ഇതിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ ഒക്കെ വളരെ കുറച്ചിട്ടേക്കുക, 20 ഡിഗ്രി ഉള്ളൂ. ഒരു 4 mm അപ്പർച്ചറൊക്കെ ഇട്ടിട്ട് ഫുൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിലിട്ടേക്കുക. എവിടെ പോയി എടുത്താലും നല്ല ഷോട്ട് കിട്ടും, അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ഇൻറ്റീരിയർ ഷോട്ടൊക്കെ എടുക്കണമെങ്കിൽ നമുക്കിങ്ങനെ എടുക്കാം. നേരെ ഫോക്കസ് എടുക്കുക, ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഈ വേസൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാം. ഇങ്ങനെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതൊക്കെ ആകെ നോക്കേണ്ടത് ഈ ഫീൽഡ് ഓഫ് വ്യൂ കുറച്ചിടുക, അപ്പർച്ചറൊക്കെ കൂട്ടിയിടുക. അതുപോലെ തന്നെ ഈ ഡെപ്ത് ഓഫ് ഫീൽഡ് ഓണാക്കി ഫുൾ ബ്ലർ അടിച്ചിട്ട് അതായത് ഇഷ്ടമുള്ള ബ്ലർ സെറ്റിങ്സ് കൊടുത്തിട്ട് നേരെ നിങ്ങൾക്ക് സീൻ സെറ്റ് ചെയ്യുക, റെൻഡർ ചെയ്യുക, അത്രേ ഉള്ളൂ. അങ്ങനെ എളുപ്പമാണ്. ഞാൻ കുറച്ച് വെബ്സൈറ്റിലേക്ക് വേണ്ടി കുറച്ച് ഷോർട്സൊക്കെ എടുത്തതാണ്. ഇങ്ങനെ ഒന്നായിരുന്നു ആ ഷെയറിൻ്റെ ഷോട്ട്, പിന്നെ മറ്റേ ഗ്ലാസ് വേസിൻ്റെ കാണിച്ചായിരുന്നു വേറൊരു ഷോട്ട്. അങ്ങനെയുള്ളത് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.